പിന്നെ പോടാ. റോയ്ച്ചന്റെ എക്സ്പ്രസോ, ടോണിയുടെ കോൾഡ് കോഫി, ആനന്ദിന്റെ കാപ്പുച്ചിനോ, ആൻസിന്റെ ഫ്രഷ് ജ്യൂസ്. ഒന്ന് മാറിപ്പോരുത്, കറക്റ്റ് ആയിട്ട് കൊടുക്കണം. മാറിയൊന്നും പോയില്ല. മാറിപ്പോൻ ഇതെന്ത് ചപ്പലോ? ഷോ ഒന്നും പറഞ്ഞില്ലേ, ഒന്ന് കൊടുത്താ മതി. ടാടാ. നിങ്ങൾ എന്താ കുടിക്കാത്ത? ഹായ്. ഓ ഹായ് ഹിഷാം. Hi. How are you? Fine. How are you guys? ഇപ്പൊ ഫൈനായി. അതെന്താ അങ്ങനെ? അതൊന്നുമില്ല. ഹിഷാം കോഫി? കോഫി വേണ്ട, ഞാൻ കുടിച്ചോളാം. Special coffee, huh? ഹലോ, തിരക്കാണോ? ആണ്, തിരക്കാണ്. ഒരു പേസ്ട്രി ഉണ്ടാവോ? അതറിയാനാണ് ഇവിടെ വരെ വന്നത്. അതെ, പോട്ടെ. വന്നതല്ലേ, ഒരെണ്ണം എടുക്കട്ടെ? ആവാം. ബ്ലൂബെറി ടാർട്ട്. ഐ നീഡ് എ സ്പെഷ്യൽ വൺ. സാറ, നിനക്കെന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? ഗേൾ ഫ്രണ്ട്സുമായിട്ടുമുള്ള നിന്റെ ഡേറ്റിംഗ് ക്രേസ് മാറിയെങ്കിൽ എനിക്ക് നിന്റെ മേലുള്ള പിണക്കവും മാറി. അല്ല, ഇനി നിന്റെയും എന്റെയും മനസ്സിൽ എന്തെങ്കിലും പിണക്കം ബാക്കിയുണ്ടെങ്കിൽ സ്നേഹവും വിശ്വാസവും ഒക്കെ മിക്സ് ചെയ്ത് ഈ ബ്ലൂബെറി ടാർട്ട് കഴിക്കുന്നതോടെ അതെല്ലാം ഇല്ലാതാവണം. ഓക്കെ? ഓ, സമ്മതിച്ചിരിക്കുന്നു. എന്ത്? കാണാതെ പഠിച്ചോണ്ട് വന്ന ഈ പൈങ്കിളി ഡയലോഗൊക്കെ കറക്റ്റായിട്ട് തെറ്റായി ഡെലിവറി ചെയ്തതിന് എവിടെ നിന്ന് കിട്ടിയ ഡയലോഗൊക്കെ? ദൈവമേ, എനിക്ക് ക്ഷമിക്കാനുള്ള കഴിവ് തരണേ. ഇനിയൊരു ബ്രേക്കപ്പ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്കെന്നെ എങ്ങനെ വെറുക്കാനും മറക്കാനും കഴിയുന്നു ഹിഷാം? ഞാൻ ബുദ്ധിമാനായത് കൊണ്ട് പറ്റിപ്പോയതാണ് പൊന്നെ. എന്നെങ്കിലും നീ തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കണിയാൻ ചിമ്മന്റെ തത്ത പറഞ്ഞ അച്ചട്ടാണെന്ന് ഇപ്പൊ മനസ്സിലായി. സമയം മോശമാണ്, കണ്ടകൻ കൊണ്ടേ പോവെന്ന് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായി. ഇനി എന്നെ വിട്ട് നീ പോവോ? ഞാൻ മാത്രമല്ല, പത്മവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യു പോലും പിന്നെ അത് വിട്ട് പുറത്തു പോയിട്ടില്ല മോളെ. റോയ്ച്ച, ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം കൊച്ചിയിലെത്താൻ എത്ര സമയം എടുക്കും? 16. അല്ല, കഴിഞ്ഞ മന്ത്രിസഭയിൽ അത് 13 മാറ്റിയിട്ടില്ലേ? അത് ഏത് ഡാം? അല്ല, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിച്ചാ. ഇത്രയും നേരം സാറേന്റെ ഹിഷാമിന്റെയും കാര്യം പറഞ്ഞ് ഇപ്പൊ ഇവിടുന്ന ഡാം വന്നേ? ഹിഷാം കാപ്പി കുടിച്ചോ? കാപ്പി കുടിച്ചു. വിഷമിക്കാതെ. ജീവിതത്തിലെ ഒരുപാടെടുത്ത് തോറ്റാലേ പിന്നെ വിജയിക്കുമ്പോ ഒരർത്ഥം ഉണ്ടാവും. പക്ഷെ വിജയിക്കണം. നീ പോടാ, അവൻ രക്ഷപ്പെടും. അതൊന്നുമല്ല എന്റെ വിഷമം. എവിടെ പോയാലും ഓരോ പ്രശ്നങ്ങളാ, ഒന്നും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം ശരിയാവൂടാ. എടാ ആനന്ദേ, നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒരു യഥാർത്ഥ കലാകാരൻ ഒരിക്കലും തളരരുത്. ഫൈറ്റ് ചെയ്യണം. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് വിജയത്തിലെത്തണം. എടാ, ഈ കൊച്ചിയിൽ സിനിമാമോയിട്ടെത്തിയ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നിനക്ക് താമസിക്കുന്ന നല്ലൊരു ഫ്ലാറ്റും പിന്നെ സുഹൃത്തുക്കളായിട്ട് ഇവരും പിന്നെ ഒരേട്ടൻ എന്ന നിലയ്ക്ക് എന്നെയും കിട്ടിയില്ലേ? സോ യു ആർ ലക്കി. പിന്നെ പലപ്പോഴും നിങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കാൻ എനിക്ക് കഴിയാറില്ല. ഞാനങ്ങനൊക്കെ ആയിപ്പോയി. ഏതായാലും നിന്റെ ഈ മൂടൊന്ന് മാറ്റിയിട്ട് തന്നെ കാര്യം. ഹലോ, റോയ്ച്ചൻ ഇവിടെ ഒരാളുടെ മൂഡ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുക. ഞാൻ വിളിക്കാം. ആക്കരുത് കേട്ടാ. ഒന്നുമില്ല, രാവിലെ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചാ സമയം കിട്ടിയില്ല. പിന്നെ ഒന്നുമില്ല, പഴയ ചില തമാശകൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ പറയാന്ന് വിചാരിച്ചു. റോയ്ച്ച ഒരു സെക്കൻഡ്. പാറു, റോയ്ച്ച തമാശ പറയാൻ പോണു, ഓടിവാ. എന്താ ടോണി? ഇരിക്കി. അതായത് ഒരു സിനിമ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ ക്യൂ വെക്കുന്ന കുറെ ആളുകൾ. ടിക്കറ്റ് കൊടുത്ത് തീരാറായി. ഏതാ റോയ്ച്ച തിയേറ്ററില് സിനിമ? എല്ലാരും കിടന്നു കഴിയുമ്പോഴേ റൂമിലേക്ക് ഒന്ന് പോയി ചെവി പറഞ്ഞുതരാ. ചോദ്യം വേണ്ട, തമാശ കേക്ക്. രസം കളയാ റോയ്ച്ച, വേഗം പറ, ചിരി വരുന്നുണ്ട്. അങ്ങനെ ടിക്കറ്റ് കൊടുത്ത് തീരാറായി.
അപ്പൊ ഒരാൾ ഓടിക്കതച്ചോണ്ട് ഒരു കൊമ്പം മീശക്കാരന്റെ പുറകിൽ ടിക്കറ്റ് എടുക്കാൻ നിന്ന്. അപ്പൊ അയാള് പോക്കറ്റിൽ കൈയിട്ട് പണം എടുത്തോണ്ട് കൊമ്പം മീശക്കാരനോട് CID മൂസയല്ല ചേട്ടാ. അപ്പൊ CID മൂസയല്ല. അല്ല കൊമ്പം മീശക്കാരൻ തിരിഞ്ഞ് അയാളോട് പറയാണ് CID മൂസല്ല, ഞാൻ SI രാജേന്ദ്രൻ. എന്താണത്? അയ്യോ. അട്ടായി.